ഈ മുൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ വീട്ടിലെത്തിക്കൽ പദ്ധതിയിൽ ബാക്കി വന്ന തുക അടയ്ക്കുന്നതിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യുന്നതിലുമൊക്കെ ഉണ്ടായ വലിയ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് വിചിത്രമായ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചിട്ട് അഭിലാഷ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടിമുടി വസ്തുതാവിരുദ്ധമാണ്. ഈ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അത്രയും എങ്ങനെ ഇങ്ങനെയൊക്കെ ഒരാൾക്ക്, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയും കൂടിയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്, ഭരണത്തെ നയിക്കുന്ന മുന്നണിയാണ്, ആ മുന്നണിയുടെ ഒന്നാമത്തെ പാർട്ടിയുടെ നേതാവ് ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ കഴിയും? കേരളത്തിലാകെ പെൻഷൻ വാങ്ങുന്നത് 62 ലക്ഷം പേരാണ്. അതിൽ തർക്കിക്കില്ല എന്ന് വിചാരിക്കട്ടെ. ഈ 62 ലക്ഷം പേരിൽ 25 ലക്ഷം പേർ മാത്രമാണ് ബാങ്കിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവരുള്ളത്. ബാക്കി 37 ലക്ഷം പേർക്ക് സഹകരണ ബാങ്കുകളാണ് വീട്ടിൽ കൊണ്ട് പെൻഷൻ തുക കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ഈ തരത്തിലുള്ള ഒരുപാട് താങ്കൾ ഉന്നയിച്ചല്ലോ, ഇപ്പോ കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, അറിയാൻ വേണ്ടി തന്നെ ചോദിക്കുകയാണ്. ഇത്രയും ആരോപണമൊക്കെ ഉന്നയിക്കുകയും ഇവിടെ നിന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് അഭിലാഷ് അത് ആവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് കേരളത്തിൽ എവിടെയെങ്കിലും ഈ ആരോപിക്കപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങളുടെ ഒരു ഇൻസിഡന്റ് 14 ജില്ലകളിൽ എവിടെയെങ്കിലും നടന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളൊന്നും വേണ്ട, ഒരു ഉദാഹരണം ഒന്ന് പറയൂ. മരിച്ചിട്ട് തട്ടിപ്പ് നടത്തി വാങ്ങിയവർ, അല്ലാതെ തട്ടിപ്പ് നടത്തി വാങ്ങിയവർ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയണം, ഒന്നാമത്തെ കാര്യം. 2, അഡ്വക്കേറ്റ് അഭിലാഷ് പറയുന്ന മറ്റൊരു വാസ്തവവിരുദ്ധമായ കാര്യം എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ടാണ്. എന്തായിരുന്നു കേസ്? ഈ മറിയ ചേട്ടത്തിയുടെ കേസായിരുന്നല്ലോ. അവരെന്തായിരുന്നു കേസ് കൊടുത്തിരുന്ന കേസ് പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി ആക്കണം. അതായിരുന്നു അവരുടെ ഹൈക്കോടതിയിലെ ആവശ്യം. ഇപ്പൊ കിട്ടുന്ന പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി ആക്കി ഹൈക്കോടതി പ്രഖ്യാപിക്കണം, ഗവൺമെന്റിന് അനുസൃതമായ നിർദ്ദേശം നൽകണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. ഇതറിയാത്ത ആളാണ് അഡ്വക്കേറ്റായ അഭിലാഷ്. എനിക്ക് തോന്നുന്നില്ല അറിയാത്തതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അപ്പൊ എന്താണ് സർക്കാരിന്റെ മറുപടി? എന്തായിരുന്നു? ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല, ഇത് വെൽഫെയർ സ്കീമിന്റെ ഭാഗമായി അതത് കാലത്ത് നിലവിലിരിക്കുന്ന ഭരണ മുന്നണികളാണ് കേരളത്തിൽ ഇത്തരം വെൽഫെയർ പെൻഷൻസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് മുന്നണികൾ അത് ചെയ്യാറുള്ളത്. ഞങ്ങളും അങ്ങനെ തന്നെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പെൻഷൻ ഈ രൂപത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആക്കാൻ കഴിയില്ല. അത് കോടതി അംഗീകരിക്കുകയല്ലേ ചെയ്തത്. നമ്മുടെ മുമ്പിലുള്ള വിധിയല്ലേ അത്. ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന വിധിയൊന്നും അല്ലല്ലോ അവർ കൊടുത്ത ഹർജിയും അതിനെ സംബന്ധിച്ച് നടന്ന വാദവിവാദങ്ങളും പിന്നീടുണ്ടായ ഉത്തരവും ഒക്കെ. അതൊക്കെ നമ്മുടെ മുമ്പിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് സർക്കാർ അങ്ങനെ പറഞ്ഞു, ഇത് ഔദാര്യമാണെന്ന് പറഞ്ഞത്രയും. എന്തൊരു വിദണ്ഡവാദമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സർക്കാർ അങ്ങനെ പറഞ്ഞോ? ഹൈക്കോടതി അങ്ങനെ എവിടെയെങ്കിലും പരാമർശിച്ചോ? വെറുതെ അങ്ങ് അടിച്ചു വിടുകയാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യരുത്. കാര്യം നമ്മൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡെലിക്കേറ്റ് ആവുന്നത്? അത് അത്രമേൽ സങ്കീർണമാവുന്നത് അത് അഫക്ട് ചെയ്യുന്ന മനുഷ്യരുടെ അവസ്ഥ കൊണ്ടാണ്. ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഇപ്പൊ 941 ഗ്രാമപഞ്ചായത്തിലാണ് കേരളത്തിലുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു പഞ്ചായത്തിൽ 1 or 2 അപൂർവം ചില പഞ്ചായത്തുകൾ 3 ഒക്കെ ദേശസാൽകൃത നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. അപ്പൊ ഈ താമസിക്കുന്ന ഗുണഭോക്താക്കളുടെ ബെനിഫിഷ്യറീസിന്റെ വീട്ടിൽ നിന്ന് വളരെ അകലെയായിരിക്കും ഈ ബാങ്കുകളുടെ പ്രവർത്തിക്കുന്ന സ്ഥലം. അപ്പൊ അവിടേക്ക് പെൻഷൻ വന്നു, ബാങ്കിലാണ് പെൻഷൻ. അവർക്ക് സ്വന്തം വീട്ടിൽ നിന്ന് നടന്നു പോകാൻ കഴിയുന്നവരായിരിക്കില്ലല്ലോ. 80ഉം 90ഉം വയസ്സായിട്ടുള്ള, അല്ലെങ്കിൽ 60ഓ 65ഓ 70ഓ 80ഓ വയസ്സായിട്ടുള്ള ആൾക്കാര് കഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ട് വേണം ഇനി വാങ്ങിക്കാൻ. എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? ഇതിനു മുമ്പ് കൊടുത്ത നടപടികളിലൊക്കെ തട്ടിപ്പുണ്ടായത്രേ. ഇപ്പൊ എവിടെയാണ് സാർ തട്ടിപ്പ്? അതിനെന്തെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ? ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ ഇടപെടുകയാണ്. കാരണം ഇതിലൊരു സുതാര്യത വേണ്ടത് ശരിക്കും ആവശ്യമല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കളുടെ ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം. ഇതുമായി ബന്ധപ്പെട്ട് നന്നായി ഈ വിഷയം ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ചെയ്തിട്ടുള്ള ആളുമാണ്, അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ ഇത് സർക്കാരിന് പറയാണെങ്കിൽ ഒരു സർക്കാർ പറയുമ്പോ ഇപ്പൊ താങ്കൾ ആ ഉത്തരവ് പറഞ്ഞല്ലോ, ആ ഉത്തരവ് പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ കോംപ്രിഹെൻസീവ് ആയ ഉത്തരവാണ് ആ ഉത്തരവ്. കുറെ പേര് അവിടെ ഇങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് ഇടയ്ക്ക് കവലരശികുമാർ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രത്തിന്റെ പേര് പലയിടത്തും തിരികെ കയറ്റുകയാണല്ലോ. അതുപോലെ ഇവിടെ തിരികെ കയറ്റിയിട്ടുണ്ട്. കേന്ദ്രം തരില്ല എന്ന് പറഞ്ഞത്രേ. എത്ര രൂപയാണ് കേരളത്തിൽ ഈ വെൽഫെയർ സ്കീമിൽ പെൻഷന് കേന്ദ്ര സർക്കാർ എത്ര പേർക്ക് കൊടുക്കുന്നതോടെ മനസ്സിലാക്കണം. നമ്മളിതൊക്കെ പറയുമ്പോൾ കിഷോർ, 7,72,000 പേർക്കാണ് 200 മുതൽ 500 വരെ ഉള്ള പെൻഷൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഏത് 62 ലക്ഷം പേരിൽ. ബാക്കി മുഴുവൻ പേർക്കും കൊടുക്കുന്നത് സ്റ്റേറ്റിന്റെ മാത്രം ഫണ്ടാണ്. ഈ 7.72 ലക്ഷം 7.72 ലക്ഷം പേർക്ക് മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത്. 200 മുതൽ 500 രൂപ വരെ ഉള്ളത്. അതല്ല, അതുകൂടെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനോമലീസ് വെറുതെ അങ്ങ് തള്ളുന്നത്. അത് വ്യക്തത പറയണം. അതാണ് പ്രശ്നം.